എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ശരിക്കും നമ്മളെല്ലാം ചിന്തിക്കുന്നതിന് അപ്പുറത്ത് ഒരു പ്രത്യേകത രാവണനുണ്ട്. എന്താണെന്നറിയോ? ഇന്നും അന്നും എന്ന് വെച്ചാൽ ത്രേതായുഗം മുതൽ ഈ കലിയുഗത്തിലെ ഈ 2025 വരെയുള്ള കാലഘട്ടങ്ങൾക്ക് സജ്ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അല്ലെ ഗുണകരമായ കാര്യം ചെയ്തതിൽ ശ്രീരാമനേക്കാളും കേമനായിട്ടുള്ളത് രാവണനാണ്. കാരണം രാവണൻ ചെയ്ത ആ ഒരു കാരണം കൊണ്ടാണ് ഇന്ന് ഈ സജ്ജനങ്ങൾക്കടക്കം ആ ഉപകാരം കിട്ടുന്നത്, ഗുണം കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവർക്കും സംശയമല്ല, ശ്രീരാമനേക്കാൾ കേമനാണോ രാവണൻ എന്ന്. ഈ ഒരു കാര്യത്തിൽ ശ്രീരാമനേക്കാളും എത്രയോ മുന്നിലാണ് രാവണൻ കാരണമാണ് നമുക്കെല്ലാം ആ ഗുണം കിട്ടിയത് എന്നുള്ളതിൽ സംശയം വേണ്ട. ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ രാവണന് ഒരുപാട് പ്രത്യേകതയുണ്ട്. രാവണൻ്റെ പ്രത്യേകതയിൽ നല്ല അറിവുള്ള കക്ഷിയാണ്. അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമനേക്കാളും അറിവുണ്ടെന്നാണ് പറയുന്നത്. നല്ല സുന്ദരനായിട്ടുള്ള ആളാണ്, ശ്രീരാമനേക്കാളും സുന്ദരനാണ്. നല്ല ആരോഗ്യവനായിട്ടുള്ള കക്ഷിയാണ്, ശ്രീരാമനേക്കാളും ആരോഗ്യമുള്ളവനാണ്. ഇതൊന്നും നിഷേധിക്കാൻ പറ്റില്ല കേട്ടോ. അതേസമയത്ത് തന്നെ നല്ല അഹങ്കാരമുള്ള വ്യക്തിയാണ്, അതും ശ്രീരാമന് അഹങ്കാരം തീരെയില്ല. ആ കാര്യത്തിൽ ശ്രീരാമൻ ശിശുവാണ്. എന്നാൽ രാവണൻ അങ്ങനെയല്ല കേട്ടോ. രാവണൻ ഒന്നാം തരം അഹങ്കാരമുള്ളവനാണ്. മാത്രമല്ല, ശ്രീരാമൻ എന്ന് പറയുന്നത് ഏക ഭാര്യ മാത്രമുള്ള കക്ഷിയാണ്. രാവണൻ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ഭാര്യമാരാണ് രാവണനുള്ളത്. മാത്രവുമല്ല, ശ്രീരാമന് ശാപം എന്ന് പറയുന്നത് കിട്ടിയിട്ടേയില്ല. എന്നാൽ രാവണന് ചുരുങ്ങിയത് ഏറ്റവും മഹാശാപമായിട്ട് 18 ശാപം തന്നെയുണ്ട്. ശ്രീരാമൻ യുദ്ധത്തിൽ ഒരാളോട് പോലും പരാജയപ്പെട്ടിട്ടില്ല. എന്നാൽ രാവണൻ നിരവധി വ്യക്തികളോട് യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. രാവണൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീകൾക്ക് പോലും ആ രാവണൻ്റെ ആ പരിസരത്ത് നിൽക്കാൻ പറ്റില്ല. നിന്ന് കഴിഞ്ഞാൽ അവരുടെ മാനം പോകും. അത്തരത്തിൽ സ്ത്രീലംബടനായിട്ടുള്ളൊരു വ്യക്തിയാണ് രാവണൻ. അത് ഭർത്താവിൻ്റെ മുന്നിൽ വെച്ചിട്ടായാൽ പോലും ഭർത്താവിൻ്റെ ഭാര്യയെ നിഷ്കരുണം ബലാത്കാരം ചെയ്യും. അച്ഛൻ്റെ മുന്നിൽ വെച്ച് പെൺമക്കളെ പീഡിപ്പിക്കും. കുട്ടികളുടെ മുന്നിൽ വെച്ച് അമ്മമാരെ പീഡിപ്പിക്കും. അങ്ങനെ ഒരു നികൃഷ്ട ജീവിയായിട്ടാണ് രാവണനെ നമുക്ക് കാണേണ്ടത്. ഈ കാര്യത്തിൽ ശ്രീരാമനേക്കാളും എത്രയോ കാരണം ശ്രീരാമനൊന്നും ഇത്തരത്തിലുള്ള ഒരു ന്യൂനതകളും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നേടിയിട്ടില്ല എന്നർത്ഥം. പക്ഷേ രാവണൻ ഇതിനെല്ലാം ഡിഗ്രി എടുത്തവനാണ്. കാരണം അറിവും വിവേകവും ഒക്കെ ഉണ്ടായിട്ടും അദ്ദേഹം അധപ്പതച്ചവനായി പോയി എന്ന് വേണം പറയാൻ. ഈ അധപ്പതിച്ചു പോയതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കൂട്ടുകെട്ടാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വരിയിലേക്ക് വരാം. എന്തുകൊണ്ടെന്നാൽ, രാവണൻ ഒന്നാം തരം തന്തയ്ക്ക് പിറന്നവനാണ്. എന്നുവെച്ചാൽ വിശ്രവസിൻ്റെ പുത്രനാണ്, ഋഷിയാണ്. സപ്തർഷികളിൽ ഒരാളായിട്ടുള്ള പുലസ്ത്യൻ്റെ മകൻ്റെ മകൻ. എന്നിട്ടും രാവണൻ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ചോദിച്ചാൽ, അവിടെയാണ് നമ്മുടെ അമ്മമാർ പഠിക്കേണ്ടതൊരു കാര്യം. കാരണം അസൂയയും കുശുമ്പും ആർത്തിയും ആക്രാന്തവും എല്ലാം ഒത്തുണങ്ങിയിട്ടുള്ള ഒരാളായിരുന്നു രാവണൻ്റെ അമ്മയായിട്ടുള്ള കൈകസി. ഒരു ദിവസം രാവണനും കൈകസിയും ഒന്നിച്ചിങ്ങനെ മക്കളെല്ലാം കൂടി ഒന്നിച്ചിരിക്കുമ്പോഴാണ് മുകളിലൂടെ രാവണൻ്റെ സഹോദരനായിട്ടുള്ള വൈശ്രവണൻ പുഷ്പക വിമാനത്തിൽ പോകുന്നത്. അത് കണ്ടപ്പോൾ രാവണനോട് പറഞ്ഞു കൊടുത്ത്, കണ്ട, അത് നിൻ്റെ ജ്യേഷ്ഠനാണ്, നീ വിചാരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പരാജയപ്പെടുത്തി അതെല്ലാം നമുക്ക് സ്വന്താക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ആ ആർത്തിയുടെ ഫലമായി മകനെ തപസ്സിനായി പറഞ്ഞിളക്കി വിടുകയും അവിടെ നിന്നും വന്ന രാവണൻ ചെയ്യുന്ന ഓരോ വൃത്തികേടും കണ്ടില്ല എന്ന് നടിക്കുകയും അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയും ചെയ്തത് കൈകസിയാണ്. അപ്പോൾ ആ കൈകസിയുടെ കുടില ബുദ്ധിക്കനുസരിച്ചൊരു കുടില മകൻ വന്നു. കാരണം മാതാപിതാക്കൾ മക്കളെ ചെറുപ്രായത്തിൽ നേരായ വഴിക്ക് നയിച്ചാൽ അവർക്ക് ശ്രീരാമനെ പോലെയുള്ള മക്കളുണ്ടാകുമെന്നും
അതല്ല, ആ മാതാപിതാക്കൾ ശ്രദ്ധിക്കാതെ താന്തോന്നിയായിട്ട് കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ രാവണനെ പോലെയുള്ള മക്കൾ ഉണ്ടാകുമെന്നും അങ്ങനെ വരുന്ന മക്കൾ ചിലപ്പോൾ കുലം തന്നെ നശിപ്പിച്ചേക്കാം എന്നും രാവണനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം രാവണന് മഹിമയൊന്നുമില്ല, പക്ഷെ നമ്മൾക്കെല്ലാം ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട്. ആ രാവണൻ്റെ ആ ഉപകാരമാണ് നമ്മളെല്ലാം ഇന്ന് സന്തോഷപൂർവ്വം കൊണ്ടാടുന്നത്. അതെന്താണെന്നല്ലേ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രാവണൻ എന്ന് പറയുന്ന ആൾ ജനിച്ചു. ആ ജനിച്ചത് മുതൽ അദ്ദേഹം എല്ലാവരും ഇത്തരത്തിൽ ക്രൂരമായ പ്രവൃത്തി ചെയ്തല്ലോ. കാരണം കുലഗുരുവായ ഈ ദേവന്മാരുടെ കുലഗുരുവായിട്ട് ബൃഹസ്പതിയുടെ മകളെപ്പോലും കയറി പിടിച്ചവനാണ് രാവണൻ. അങ്ങനെയാണ് നിരവധി ശാപം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ വിഭാഗത്തിലും മനുഷ്യ സ്ത്രീയാവട്ടെ, ദേവസ്ത്രീയാവട്ടെ, അസുര സ്ത്രീയാവട്ടെ, അങ്ങനെ നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ച കേമനാണ്. നിരവധി ഋഷിമാരെ പീഡിപ്പിച്ചതാണ്. വസിഷ്ഠനെ ആവട്ടെ, അത്രി മഹർഷിയാവട്ടെ, ദത്താത്രേയനാവട്ടെ, അവരെല്ലാവരുടെയും ശാപം വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളതാണ് ഈ രാവണൻ. അപ്പോൾ ഇവരുടെയൊക്കെ ശാപം നിമിത്തമാണ് ആർക്ക് ജന്മം എടുക്കേണ്ടി വന്നത്? ശ്രീരാമന് ജന്മം എടുക്കേണ്ടി വന്നത്. ഈ ദുഷ്ടകഥാപാത്രത്തെ വധിക്കാൻ ആര് വേണം? ശ്രീരാമൻ തന്നെ വരണം എന്ന് പറയുന്നത്. അപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു ശ്രീരാമനായിട്ട് അവതാരം എടുത്തത് കൊണ്ടാണല്ലോ രാവണനെ കൊല്ലേണ്ടി വന്നത്. അപ്പോൾ രാവണൻ എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടായത് കൊണ്ടാണല്ലോ മഹാവിഷ്ണുവിന് ശ്രീരാമനായിട്ട് അവതാരം എടുക്കേണ്ടി വന്നത്. അപ്പോൾ രാവണൻ ഉണ്ടായിട്ടില്ല എന്നിരിക്കട്ടെ, ശ്രീരാമ അവതാരം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ രാവണൻ ചെയ്തത്, അയാൾ നല്ലവനായി നടന്നു എന്നിരിക്കട്ടെ, ശ്രീരാമ അവതാരം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ രാവണൻ മോശക്കാരനായിട്ട് സമൂഹത്തിനും സമാജത്തിനും പ്രപഞ്ചത്തിനൊക്കെ ഭീഷണി വരുത്തുമ്പോഴാണ് സാക്ഷാൽ നാരായണൻ ശ്രീരാമനായിട്ട് അവതാരമെടുത്തത്. അപ്പോൾ ഈ ശ്രീരാമനായിട്ട് അവതാരം എടുത്തത് കൊണ്ടാണ് ഈ പറയുന്ന രാവണനെ കൊല്ലാനും സാധിച്ചത്. അപ്പോൾ ഈ രാവണനെ കൊന്ന ആ ചരിതമാണ് നമ്മളിപ്പോഴെല്ലാവരും ഈ കർക്കിടക മാസത്തിൽ വായിക്കുന്ന രാമായണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാമായണം നമ്മൾ വായിക്കാൻ കാരണക്കാരാരാ? രാവണനാണ്. രാവണൻ ജനിച്ചിട്ടില്ല എങ്കിൽ, രാവണൻ ക്രൂരനായിട്ടില്ല എങ്കിൽ ശ്രീരാമൻ ഉണ്ടാവുമായിരുന്നോ? എന്നിട്ടല്ല ശ്രീരാമൻ വന്നിട്ട് രാവണനെ കൊല്ലുന്നത്. ആ ശ്രീരാമൻ രാവണനെ കൊന്ന ആ വീരചരിതമാണല്ലോ രാമായണമായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ നമ്മളെല്ലാം വായിക്കുന്ന രാമായണത്തിൻ്റെ പിന്നിലുള്ള ആളാരാ? രാവണനാ. ആ രാവണൻ കാരണമാണ് ഇന്നും, എന്നുവെച്ചാൽ ത്രേതായുഗം മുതൽ ഈ കാലഘട്ടം വരെയുള്ള നമ്മളൊക്കെ രാമായണം പാരായണം ചെയ്യുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ ആനന്ദത്തോടു കൂടി ഭക്തിയോടുകൂടി ഈ രാമായണം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. ആരാ കാരണം? രാവണ. നമ്മളതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ എന്നാ പറയുന്നത്? ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. ഇവിടെ ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് എഴുത്തച്ഛൻ്റെ രാമായണം വരുന്നത്. എന്താ? ശ്രീരാമൻ്റെ മഹിമ.
ഈ ശ്രീരാമൻ്റെ മഹിമ എന്തുകൊണ്ടുണ്ടായി? രാവണൻ ജനിച്ചതുകൊണ്ട്. രാവണൻ ജനിച്ചിട്ടില്ല എങ്കിൽ ശ്രീരാമൻ്റെ മഹിമ ഉണ്ടാകില്ല. ആ ശ്രീരാമൻ്റെ മഹിമ നമ്മളിലേക്ക് എത്തിക്കാൻ കാരണക്കാരനായിട്ടുള്ള രാവണനാണ് രാമായണത്തിലെ ഇന്നും ജീവിച്ചിരിക്കുന്ന സജ്ജനങ്ങൾക്ക് പുണ്യം ചെയ്ത ഏറ്റവും വലിയ കഥാപാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റും. യാതൊരു സംശയം വേണ്ട. അപ്പോൾ നമ്മൾക്ക് രാവണനോടും ഒരു കടപ്പാടുണ്ട്. കാരണം നമ്മൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ളൊരു വഴി, ഒരു കാരണവശാലും നമ്മൾ രാവണന്മാരെ പോലെ ആകരുത് എന്ന് പറഞ്ഞു തരുന്ന ഒരു വഴി, രാവണൻ ചെയ്ത ദുഷ്ടകൃത്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു തരികയാണ് രാവണൻ ഈ രാമായണത്തിലൂടെ. അപ്പോൾ ആ രാവണൻ ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ പറയുന്ന രാമായണങ്ങൾ ഉണ്ടാകില്ല. രാമായണം ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ പാരായണം ഉണ്ടാവില്ല. കർക്കിടക മാസത്തിൽ രാമായണം വായിക്കാൻ പോലും പറ്റില്ല. എല്ലാ ദിവസവും വായിക്കാൻ പറ്റിയ പുണ്യഗ്രന്ഥമാണ് രാമായണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ രാവണനോട് കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്കും രാവണനെയും ഒന്ന് സ്തുതിക്കുക. ഇവിടെ ചില ആൾക്കാർ രാവണനെ സ്തുതിക്കുന്നുണ്ട്. രാവണനാണ് കേമനെന്ന് പറഞ്ഞുകൊണ്ട്. രാവണൻ്റെ കേമത്വം എന്താണെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. ഒരാൾക്ക് പോലും രാവണൻ്റെ കേമത്വം അറിയില്ല. ഞാനിപ്പോഴും ഒരുപടി കേമത്വം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിരവധി മനുഷ്യ സ്ത്രീകളെയും ദേവസ്ത്രീകളെയും ഗന്ധർവ സ്ത്രീകളെയും അസുര സ്ത്രീകളെയും രാക്ഷസ സ്ത്രീകളെയും ഒക്കെ പീഡിപ്പിക്കുക എന്നുള്ളതൊരു കേമത്വമുണ്ട്. സാധുജനങ്ങളെ ആയ ആൾക്കാരെ പീഡിപ്പിക്കുക എന്നുള്ളൊരു കേമത്വമുണ്ട്. അങ്ങനെ നിരവധി ആൾക്കാരെ പീഡിപ്പിച്ചിട്ടുള്ള കേമത്വമുള്ള ഒരാളെ ആരാധ്യ പുരുഷനാക്കണമെങ്കിൽ അങ്ങനെയുള്ള പീഡന വീരന്മാർക്ക് മാത്രമേ കഴിയൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പുണ്യഗ്രന്ഥം നമ്മളിലേക്ക് എത്താൻ കാരണക്കാരനായിട്ടുള്ള നികൃഷ്ട ജീവിയാണ്. ആ നികൃഷ്ട ജീവിയോട് ഒരു കടപ്പാട്. കാരണം എന്താ? ഇതിൻ്റെ പിന്നിൽ ഇയാളുടെ ക്രൂരകൃത്യങ്ങൾ ആണ് എന്നും ഈ ക്രൂരകൃത്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല, അത് ജീവിതത്തിൽ പകർത്താൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ മാറ്റി നിർത്തണമെന്നും നമ്മളെ ബോധിപ്പിച്ച ഒരു വ്യക്തിയാണ് രാവണൻ എന്നുള്ളത് കൊണ്ട് ഈ രാമായണത്തെ നമുക്ക് വളരെയേറെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ആദരപൂർവ്വം നമുക്ക് എന്നും പാരായണം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്ന രാവണനോട് നമുക്കൊരു കടപ്പാട്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ രാവണനാണ് ശ്രീരാമനേക്കാളും മറ്റുള്ള എല്ലാവരെക്കാളും സജ്ജനങ്ങൾക്ക് ഇന്നും ഗുണം ചെയ്യുന്ന വ്യക്തി എന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഈ രാമായണ മാഹാത്മ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. രാമായണം വെറുതെ വായിച്ച് പോകേണ്ടതല്ല. അതെന്താണ്? അതിനകത്തുള്ള കുറേ ആൾക്കാരെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഓർത്തതിന് ശേഷം അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ പാത പിന്തുടരേണ്ടതുണ്ട്. അതിലൊന്നാണ് രാവണൻ, പ്രധാനമായ കഥാപാത്രം. രാവണനെ പോലെ ആകരുത്, മന്ദരയെ പോലെ ആകരുത്, കൈകേയെ പോലെ ആകരുത്. ദശരഥൻ്റെ ചില സ്വഭാവങ്ങൾ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ പകർത്താൻ പാടില്ല. ഇങ്ങനെ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിൽ മറ്റൊരു കാര്യം പറയുന്നു, ഭരതനെ പോലെയാകണം, ലക്ഷ്മണനെ പോലെയാകണം, കൗസല്യാദേവിയെ പോലെയാകണം, ഏറ്റവും പ്രധാനമായും സുമിത്രയെ പോലെയാകണം. എന്നാൽ കുടുംബത്തിൽ ഒരു തരത്തിലുള്ള വിഷയവും പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു ഉത്തമ കുടുംബമാക്കാൻ ഉപകരിക്കുന്ന ഏറ്റവും വലിയ പുണ്യഗ്രന്ഥമാണ് രാമായണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ രാമായണ മഹത്വം നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആ തത്വം കൂടി പകർന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. രാമായണം വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല. രാവണൻ്റെ ഒരു ശീലം പോലും നമ്മുടെ ഉള്ളിലേക്ക് വരാത്ത വിധത്തിൽ ശ്രദ്ധാപൂർവം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ തയ്യാറാകണം. അതോടൊപ്പം മന്ദരയുടെ ഒരു സ്വഭാവം പോലും, കൈകയുടെ ഒരു സ്വഭാവം പോലും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.